ഹലോ ഗൈസ്, നമുക്കപ്പോൾ ഇന്ന് കോവളം വിഴിഞ്ഞത്തോട്ടൊരു കറക്കമായാലോ. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ കാലമായെങ്കിൽ ഇന്നാണ് ഇത് റിലീസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ രാത്രി തന്നെ കുട്ടീനെയും വട്ടീനെയൊക്കെ കറി കയറ്റിയതാ അങ്ങോട്ട് പോകുന്നുണ്ട്. എങ്ങോട്ട്? കോവളത്തേക്ക് കേട്ടോ. അവിടെ ഒന്ന് ചില്ല് ചെയ്ത് രാത്രി വിഴിഞ്ഞത്തുനിന്ന് നല്ല സീ ഫുഡൊക്കെ കഴിച്ച് വരാമെന്ന് കരുതി. അപ്പം നോക്കി ഞങ്ങൾ ആദ്യം തന്നെ കോവളത്ത് പോയി തിരയൊക്കെ എണ്ണി കുറച്ച് നേരം അവിടെ നിന്ന് കുട്ടികളൊക്കെ കളിച്ച് നല്ല ചില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്നൊക്കെ കരുതി നടക്കാനും ഇറങ്ങി കേട്ടോ. ആ നടക്കുന്നതിനിടയ്ക്ക് കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ലച്ചുക്കുട്ടി വാശി പിടിച്ചതാ. അങ്ങനെ ബബിളൊക്കെ വാങ്ങിച്ചിട്ട് ഊതി നോക്കുന്നുണ്ട്. എല്ലാവരും ഊതിയപ്പോൾ ഇതിൽ നിന്ന് ബബിൾസ് വരുന്നുണ്ട്. ലച്ചു ഊതിയപ്പോൾ മാത്രം ഇതിൽ നിന്ന് വരുന്നില്ല. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുട്ടിപ്പട്ടാളങ്ങളെടുത്ത വീഡിയോ കേട്ടോ. അവിടെ ഇരുന്ന് ചേട്ടൻ വച്ചേക്കുന്ന സാധനങ്ങളും മീനിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വിഴിഞ്ഞത്തെത്തി. പിന്നെ വിഴിഞ്ഞത്തെത്തി കഴിഞ്ഞ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. നല്ല സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സാണ് അവിടെ ഉള്ളത്. ഏത് കയറണമെന്നുള്ള കൺഫ്യൂഷൻ മാത്രമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും കൊതിയാവുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഒരു ഹോട്ടലിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരു ജാതിക്കുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടുമെന്നുള്ള സംശയത്തിലായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇത്രയും പേർക്ക് ഒരുമിച്ചിരിക്കണം. എപ്പോഴും അവിടെ ഫുൾ ടൈം തിരക്കായിരിക്കും കേട്ടോ. 2 മണി 3 മണി വരെയും വെളുപ്പാൻ രാവിലെ ഫുൾ ടൈം തിരക്കായിരിക്കും കേട്ടോ. രാവിലെ ഒരു 11 മണിക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ബിസിയാണ്. അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്തതാണ്. ഒരു മീനും എടുത്തു. നോക്കി, ഈ ഒരു മീനാട്ടോ അവർ ഫ്രഷായിട്ട് പിടിച്ച് ഐസ് ചെയ്ത് വെച്ചേക്കും. നമ്മൾ അത് പറയുന്ന അനുസരിച്ച് നമുക്കത് എന്ത് വേണ്ട, ഗ്രില്ല് വേണമെങ്കിൽ ഗ്രില്ല്, ഫ്രൈ വേണമെങ്കിൽ ഫ്രൈ, അതങ്ങനെ ചെയ്ത് തരും കേട്ടോ. നമ്മൾ പറയുന്ന അനുസരിച്ച് അവർ ഓരോ പ്ലേറ്റ് കണക്കാക്കി നമുക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ നോക്കി തിളച്ച എണ്ണയിലോട്ടിട്ട് ഓർഡർ അനുസരിച്ച് അവർ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെമ്മീനും ഞണ്ടും കൊഞ്ചും എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, എല്ലാവരെയും 1 by 1 ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരു പൊറോട്ട ഉണ്ട് കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. 1 2 പൊറോട്ടയ്ക്ക് അപ്പുറത്തോട്ട് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരാൾ എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ. ഇവരെന്ത് സീക്രട്ടാണ് ഇതിൽ ചേർക്കുന്നതെന്നറിയില്ല. മൈദ കൊണ്ടല്ലയോ ഇതുണ്ടാക്കുന്നതെന്ന് പോലും ഞാൻ ഇതിൽ സംശയിച്ചിട്ടുണ്ട്. അത്രയും ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ കുട്ടി പൊറോട്ടയാണ്. കോയിൻ പൊറോട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത്രയും സോഫ്റ്റായിട്ടും ഇത്രയും നമുക്ക് ഹെവി ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യാത്തതായിട്ട് അതാണ് അവരുടെ വിജയവും. അത്രയും കുഞ്ഞു പൊറോട്ടയും കുഞ്ഞപ്പമൊക്കെയാണ് ഇവർ സെർവ് ചെയ്യുന്നത്. എങ്കിൽ മാത്രം നമ്മൾ ഫിഷിന് ഇത്രയും നമ്മൾ പ്രാധാന്യം കൊടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ 2 പൊറോട്ട കഴിക്കുമ്പോൾ തന്നെ നമ്മൾ വേണ്ട എന്നൊരു മൈൻഡിലോട്ട് പോകുമല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. എത്ര കഴിച്ചാലും മതിയാകത്തില്ല ആ ഒരു ഐറ്റം. അപ്പോൾ നോക്കിയാൽ ഞങ്ങൾ കൊടുത്ത ഫിഷ് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ തേച്ച് അവർ ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നുണ്ട്. മസാല ആദ്യമേ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കാറൊന്നുമില്ല കേട്ടോ. ഫിഷ് വെച്ചതിന് ശേഷമാണ് അതിൻ്റെ പുറത്ത്. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഫിഷിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. ആ ഒരു ടേസ്റ്റിൽ അവർ ചെയ്തു തരുന്നത്. എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പ് വരുത്തേ ഇല്ല. പക്ഷേ ഇത്രയും ഫിഷ് ഐറ്റംസ് എല്ലാം കുക്ക് ചെയ്യുന്നെങ്കിൽ അവിടെ അതിൻ്റെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അത്രയും അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് മുകളിൽ സീറ്റ് കിട്ടി. ഞങ്ങളെന്താ വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കി, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിഴിഞ്ഞ ഹാർബറൊക്കെ കാണാൻ പറ്റും കേട്ടോ. പോർട്ട് ഇതൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പം ഞങ്ങൾ 2 ഗോലി സോഡ എടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഈ ഗോലി സോഡ എടുക്കുന്ന അതിനകത്തിരിക്കുന്ന കുടിക്കാനൊന്നും അല്ല കേട്ടോ. പക്ഷേ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ഗോലിയുണ്ട്. അതിന് വേണ്ടിയിട്ട് അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഗോലി സോഡ എടുക്കുന്നത്. അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസ് എല്ലാം എത്തി കേട്ടോ. നോക്കി, നമ്മുടെ ഗ്രില്ല് ഫിഷ് വന്നു, പൊറോട്ട വന്നിട്ടുണ്ട്, അപ്പം പറഞ്ഞിട്ടുണ്ട്, അപ്പം വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കപ്പയും കൂടെ പറഞ്ഞു കേട്ടോ. അതിനുശേഷം 1 by 1 ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത് പ്രോൺസും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. സ്ക്വിഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം വന്നു. പിന്നെ ഒരു യുദ്ധമായിരുന്നു കേട്ടോ അങ്ങോട്ട്. ഏതൊക്കെയാണ് ആരൊക്കെയാണ് കഴിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. എല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു മസാലയുണ്ട് കേട്ടോ. അതായത് ഒരു പൊടി ഐറ്റം. പക്ഷേ സൂപ്പർ ആയിട്ട് കേട്ടോ. ഈ ചില്ലിയൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഉള്ളിയുടെ സാലഡും കൂടെ ഉണ്ട്. അതുവരെ എന്താ ടേസ്റ്റിൽ ഇവർ പ്രിപ്പയർ ചെയ്യുന്നതെന്നറിയില്ല. അത്രയും ടേസ്റ്റായിട്ട് ഒരൈറ്റം. അങ്ങോട്ടൊക്കെ പിന്നെ ഒരു യുദ്ധഭൂമിയായിരുന്നു. അങ്ങോട്ടൊക്കെ കുരുക്ഷേത്ര യുദ്ധം പോലെ എല്ലാം കഴിഞ്ഞതായി എല്ലാവരും റെസ്റ്റ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് അവരുടെ ഒരു മിൻറ്റ് കട്ടനുണ്ട് കേട്ടോ. അതുകൂടെ കുടിച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ പരിപാടി തീർന്നു. എന്നിട്ട് ഞങ്ങൾ വിട്ടിട്ടില്ല. വീണ്ടും ഞങ്ങൾ വിഴിഞ്ഞത്തൊന്ന് കറങ്ങാമെന്ന് കരുതിയിട്ട് പോയി. അവിടെ ഐസ്ക്രീം പാർലറിൽ കയറി 5-6 ഐസൊക്കെ വാങ്ങിച്ച് അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ 2-3 തിരമാലയൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ പോയത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ.